ഇപ്പം ചേട്ടൻ രാവിലെ നേരത്തെ ജോലിക്ക് പോയിട്ട് അപ്പോൾ ചേട്ടൻ പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഫ്രണ്ടിലത്തെ വാതിലൊക്കെ അടച്ചിട്ട് ഞാനും മക്കളും മാത്രമേ ഉള്ളൂ. പിന്നെ അടുക്കളയിൽ ശരിക്കും ഒരു ഓട്ടപ്പാച്ചിൽ തന്നെ ആയിരിക്കും കേട്ടോ. കല്യാണിക്ക് പോകാനുള്ള കാര്യങ്ങളൊക്കെ വേഗം റെഡിയാക്കണമല്ലോ. അത് മാത്രമാണെങ്കിൽ എനിക്ക് വലിയ പണിയൊന്നും തോന്നാറില്ല. പക്ഷെ പോകുന്നതിന് മുൻപ് കണ്ണന് ഭക്ഷണവും കൊടുത്ത് അതുപോലെ ഞാനും കല്യാണിയൊക്കെ കുളിച്ച് ചില ദിവസങ്ങളിൽ ഞാൻ അടിച്ച് വാരിയിട്ടിട്ടാണ് കേട്ടോ പോകാറുള്ളത്. പിന്നെ വന്നു കഴിഞ്ഞാൽ എനിക്ക് ആകെ ഒരു പണിയുള്ളൂ, തുടച്ചിടാന്നുള്ളത്. അപ്പോൾ ഇന്നലെ അമ്പലത്തിൽ പോക്ക് നടന്നില്ല. കർക്കിടകം 1 ഇന്നലെ അമ്പലത്തിൽ പോകാനായിട്ട് പറ്റിയില്ല. നല്ല മഴയായിരുന്നു. എനിക്ക് കണ്ണനും കല്യാണിനെയും കൊണ്ട് കുടയൊന്നും പിടിച്ച് പോകാനായിട്ട് പറ്റില്ലായിരുന്നു. പിന്നെ വണ്ടി വിളിച്ച് കൊണ്ട് ദൂരമൊന്നുമില്ല, തൊട്ടടുത്താണ് അമ്പലം. അപ്പോൾ അത് കാരണം എനിക്ക് പോകാൻ പറ്റില്ല. അത് കാരണം മനസ്സിനൊരു വിഷമമായിരുന്നു കേട്ടോ, അമ്പലത്തിൽ പോകാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളതിൽ. അപ്പോൾ ഇന്ന് രാവിലെ തൊട്ട് ഞാൻ ഇങ്ങനെ നോക്കുക, മഴ തോരുന്നുണ്ടോ നോക്കി ഇങ്ങനെ നിൽക്കുമായിരുന്നു. മഴ ഒന്ന് തോരുകയാണെങ്കിൽ എനിക്ക് അമ്പലത്തിൽ പോകാമല്ലോ എന്നൊക്കെ കരുതി ഞാനിന്ന് വീട്ടിലിടുന്ന ഡ്രസ്സൊന്നും ഇട്ടിട്ടല്ല കേട്ടോ കല്യാണിനെ കൊണ്ടുവന്നാക്കാനായിട്ട് പോകുന്നത്. ഞാൻ വേറെ ഡ്രസ്സൊക്കെ എടുത്തിട്ടു. അപ്പോൾ എനിക്ക് പറ്റുകയാണെങ്കിൽ മഴയില്ലെങ്കിൽ കല്യാണിനെ വിട്ടിട്ട് നേരെ അമ്പലത്തിലേക്ക് പോകാമെന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ കല്യാണിനെ കൊണ്ടുവന്നാക്കുന്ന നേരത്തൊന്നും മഴയില്ല, എന്നാലും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു, കുടയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കല്യാണിയാണെങ്കിൽ വാശിയായിരുന്നു കേട്ടോ, ഭക്ഷണം കഴിക്കാനൊക്കെ വാശിയായിരുന്നു. അങ്ങനെ ഞാൻ വേഗത്തിരി പുട്ടൊക്കെ പഴമൊക്കെ കൂട്ടി കുഴച്ചൊക്കെ കൊടുത്തപ്പോൾ അവൾ കഴിച്ചു. അവൾക്ക് ഇന്നൊരു എക്സാമും കൂടി ഉണ്ട് കേട്ടോ, അതോടുകൂടെ കഴിഞ്ഞു അവരുടെ എക്സാം. ഇപ്പോൾ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ് അവരുടെ. അപ്പോൾ ഈ ആഴ്ച ഫുൾ എക്സാം ആയിരുന്നു. അത് കാരണം അവൾക്ക് ഇതുവരെ വയ്യാണ്ടായിട്ട് പോലും ലീവൊന്നും ആക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നലെ പനി ഉണ്ടായിരുന്നു, പക്ഷെ ഇന്ന് നേരം വെളുത്തപ്പോഴേക്കും ആൾ ഓക്കെ ആയിട്ടോ. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ പോകുമ്പോഴൊന്നും മഴയില്ല, പക്ഷെ കുട എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കല്യാണിനെ വിട്ടു. അങ്ങനെ അമ്പലത്തിൻ്റെ വഴിയിലേക്ക് കടക്കുകയായിരുന്നു. അമ്പലത്തിൻ്റെ വഴിയിലേക്ക് കടക്കുകയല്ല, പെരുമഴ എന്ന് പറഞ്ഞാലുണ്ടല്ലോ, തുള്ളിക്ക് ഒരു കുടം എന്ന് പറയണ പോലെ മഴ പെയ്തു. എനിക്കപ്പോൾ ഒരു നിവർത്തിയില്ല. ആ പറമ്പിൽ കൂടെ പിന്നെ അങ്ങോട്ട് കടന്ന് കുറേ നടന്നിട്ടൊക്കെ വേണം അമ്പലത്തിലേക്ക് എത്താൻ. കുറേ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കണ്ണനെ എടുത്തിട്ട് എന്നെ സംബന്ധിച്ചിട്ട് കുറേ ദൂരം എനിക്ക് തോന്നും. ഞാനിപ്പോൾ തന്നെ പോവുകയാണെങ്കിൽ നിസ്സാര വഴിയായിട്ട് എനിക്ക് തോന്നുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു വേണ്ട, എനിക്ക് പറ്റില്ല, കണ്ണനും ഉണ്ട് കുടയുണ്ട് മഴയും ഒക്കെ കൂടെ എനിക്ക് പറ്റില്ല. ഞാനെൻ്റെ തിരിച്ച് നടന്ന് പോകുന്നുണ്ട്. എനിക്ക് ഭയങ്കര വിഷമമായി. സത്യം പറഞ്ഞാൽ അമ്പലത്തിൽ പോകണം നല്ല ആഗ്രഹമായിരുന്നു, പക്ഷേ ഇത് സാഹചര്യം കൊണ്ട് എനിക്ക് പോകാൻ പറ്റിയില്ല. അങ്ങനെ വീട്ടിൽ വേഗം വന്ന് തുടക്കലും കൂടി ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. തുടക്കലൊക്കെ കഴിച്ചിട്ടിട്ട് ഞാൻ പിന്നെ പുട്ട് കഴിക്കാനായിട്ടിരുന്നുണ്ട്. ഞാൻ പുട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, കണ്ണനും കല്യാണിക്ക് മാത്രമേ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഞാൻ കഴിച്ചിട്ടുണ്ടായില്ലെങ്കിൽ അപ്പോഴേക്കും വിശന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ഇന്നലെ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായി, അതൊക്കെ ഒന്ന് ഒതുക്കാനിരുന്നു കേട്ടോ.